നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയത് മലയാള കവിതകൾ പദ്യപാരായണ മത്സരത്തിന് വേണ്ടി മത്സരവേദികളിൽ പാരായണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൊച്ചു കുട്ടികൾക്കും വലിയവർക്കും വേണ്ടി തയ്യാറാക്കിയതാണ്. കാരണം ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ LKG മുതൽ അവർ സ്റ്റേജുകളിൽ നല്ല പെർഫോമൻസുമായിട്ടാണ് പോകുന്നത്. അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ പാടുമ്പോൾ അവർക്കൊരു കൂസലുമില്ല, അവർക്കൊരു പേടിയുമില്ല. അവർ നന്നായിട്ട് പോയി പാടിയിട്ട് വരും. നമ്മളെന്താ കൊച്ചു കുട്ടികളാണോ? നമ്മൾ സ്റ്റേജിൽ കയറുമ്പം വരികൾ മറന്നു പോകാനും പതറാനും നമ്മൾ കൊച്ചു കുട്ടികളല്ല, ശരിയല്ലേ? നിങ്ങൾ സ്റ്റേജിൽ കയറുമ്പോൾ ഫസ്റ്റ് വേണം, സെക്കൻഡ് വേണം, ആ ഒരു ചിന്താഗതി മാറ്റി വയ്ക്കുക. എന്നിട്ട് നല്ലതുപോലെ പെർഫോം ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം സ്റ്റേജിൽ കയറുമ്പോൾ മത്സരവേദിയിൽ കയറുമ്പോൾ തന്നെ ഒരു വിനീതമായ കൂപ്പുകൈ അത് പറയണ്ട, അതെങ്ങനെയൊന്ന് കാണിച്ചാൽ മതി. വേദിയിലിരിക്കുന്ന ജഡ്ജസിനും മാന്യ വ്യക്തികൾക്കും അതെങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെയൊന്ന് തല കുനിച്ചിട്ട് അത്ര മാത്രം മതി. എന്നിട്ട് നിങ്ങൾ ആരുടെ കവിതയാണോ പാടാൻ ആഗ്രഹിക്കുന്നത്, ഏത് കവിയെയാണോ അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ആ പേര് വ്യക്തമായിട്ട് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേര് വിളിച്ചു, കണ്ടസ്റ്റൻ്റ് പേര് വിളിച്ച് സ്റ്റേജിൽ കയറുക, വിനീതമായ കൂപ്പുകയോടെ നിന്നിട്ട് ഇത്ര പറയുക: മാന്യ വ്യക്തികൾക്കും വിശിഷ്ട വേദിയിലിരിക്കുന്ന മാന്യ വ്യക്തികൾക്കും മാന്യ സദസ്സിനിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട്, ഇപ്പം മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ആണെങ്കിൽ ലേറ്റാണ്. അപ്പം പറയുക, നമ്മുടെ മലയാളി മനസ്സിൽ ഇപ്പോഴും നിത്യഹരിതമായി ജീവിക്കുന്ന ശ്രീ മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള സാറിൻ്റെ അദ്ദേഹം എഴുതിയ ആ പൂമല എന്ന പദ്യത്തിലെ ഏതാനും വരികളാണ് ഞാനിവിടെ പാരായണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പതറാതെ സന്തോഷത്തോടെ പറയുക. ബാക്കി കാര്യം അവർ ജഡ്ജസ് നോക്കിക്കൊള്ളും, ശരിയല്ലേ? ഇങ്ങനെ പറയാം. ഉദാഹരണം ഞാൻ പറയാം. ഞാനിവിടെ പാടാൻ ആഗ്രഹിക്കുന്നത് ആ പൂമല എന്ന പദ്യത്തിലാണ്. ആരു വാങ്ങുമി ആരമത്തിൻ്റെ രോമാഞ്ചം, ആരു വാങ്ങുമി ആരമത്തിൻ്റെ രോമാഞ്ചം, അപ്രമേയ വിലാസലോലയാം സുപ്രഭാതത്തിൻ സുസ്മിതം, പൂർവദിക്മുഖത്തിങ്കലൊക്കെയും പൂവിതാവൊളി പൂശുമ്പോൾ, നിദ്ര എന്നോടു യാത്രയും ചൊല്ലി നിർദ്ദയം വിട്ടു പോകയാൽ, മന്ദചേഷ്ടനായി നിന്നിരുന്നു ഞാൻ മന്ദിരാ ഗണവേദിയിൽ, എത്തിയൻ കാതിൽ അപ്പോഴൂതൊരു മുക്തകന്ദള സംഗീതം. അപ്പോൾ ഈ ഒരു രാഗത്തിൽ പാടുക. ഒരു കവി ഒരു കവിത എഴുതുമ്പോൾ തന്നെ ആ കവിതയ്ക്ക് ഒരു രാഗം, ഒരു ഈണം ഇട്ടിട്ടുണ്ടാകും. അപ്പം നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നുന്ന രാഗം എടുത്ത് പഠിക്കാതെ ആ ഒരു കവിതയിൽ ഏത് രാഗമാണോ അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ രാഗത്തിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ.